ഹായ്, വെൽക്കം ബാക്ക്. വി ആർ ലവ് ടു പോയിന്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ലാസ്റ്റ് വീഡിയോ എന്നാണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയില്ല സത്യം. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ബോറടിപ്പിക്കും എന്ന് ആരും വിചാരിക്കണ്ട, ഞാൻ ബോറടിപ്പിക്കില്ല. ഇപ്രാവശ്യം ഇത്തിരി വെറൈറ്റി ആയിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല ഗൈസ്, ഞാനൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ വെച്ചേക്കുകയായിരുന്നു. എൻ്റെ ഫ്രണ്ടിനോട് കേട്ടോ ഞാൻ ഫോണൊക്കെ പിടിക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നത്. പുള്ളിക്കാരൻ അങ്ങനെ വീഡിയോ ഒന്നും പിടിച്ച് വലിയ ശീലം കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ചങ്ങനാശ്ശേരി അല്ലേ, ചങ്ങനാശ്ശേരിക്കാരനാണ്. ചങ്ങനാശ്ശേരിക്കാരൻ അച്ചായൻ ഇരിക്കട്ടെ. ചങ്ങനാശ്ശേരിക്കാരനല്ല, പാലക്കാരനാണെന്ന് എനിക്കറിയാം. അറിയാം. അപ്പോൾ ഇതൊന്നുമല്ല നമ്മുടെ ചാപ്റ്റർ ഒരു കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ പോയാലോ എന്ന് ആലോചിച്ച വഴി തന്നെ പെട്ടി പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, അവിടെ നിന്ന് കൊണ്ടുവന്ന അതേ ഡ്രസ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതായത് വേണ്ടപ്പെട്ട ഡ്രസ്സ്, അതായത് നമുക്കിപ്പോൾ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിലോ ഇൻ കേസ് എന്തെങ്കിലും എമർജൻസിക്ക് പുറത്തേക്ക് പോകണം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലത് ഇതിൽ മാത്രമേ ഉള്ളൂ. ഇത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ അതേപോലെ തന്നെ ഒരു ബാഗിൽ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന തുണികളും ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാമല്ലോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 കിലോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് കൊണ്ടുപോയി നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരാമല്ലോ സാധനങ്ങളൊക്കെ. ഈ പെട്ടി കൊണ്ടുപോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ നല്ല നല്ല അച്ചാറുകൾ, പിന്നെ ഒരു നേരത്തെ ഫുഡ്, പിന്നെ വാള, അതേപോലെ തന്നെ ബ്രാല്, അതിൻ്റെയൊക്കെ കറികളൊക്കെ വെച്ച് കൊണ്ടുവരാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എല്ലാവരും ഓർഡർ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. ഓരോരോ ടിക്കുകളായിട്ട് ഓർഡർ ഇട്ട് പോയേക്കാണ് എല്ലാവരും. അപ്പം ഞാൻ ഇതൊക്കെ കൊണ്ടുവരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടുവന്ന് തന്നെ ഇപ്പോൾ എയർപോർട്ടിൽ പിടിച്ച് നിർത്തും, അല്ലാതെ തിരിച്ച് അങ്ങോട്ടേക്ക് വിടും. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു, എനിക്ക് ഇവിടേക്ക് എത്താലോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. പിന്നെ കുറേ പേര് വേറെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പോവുകയാണ്. നാളെ 2 മണിക്കാണ് ഫ്ലൈറ്റ് വന്നേക്കുന്നത്. 2 മണിക്ക് അപ്പോൾ എയർപോർട്ടിൽ പോയി ഡയറക്റ്റ് അവിടെ നിന്ന് നേരെ കൊച്ചി പിടിക്കും. ഒരാളോടും പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിട്ടാണ് പോകുന്നത്. നാളെ എനിക്കൊരു ചെറിയൊരു ട്രെയിനിങ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അബുദാബി പോവുകയാണ്. വൈകുന്നേരം ആവും ഞാൻ തിരിച്ചു വരുമ്പോൾ. പാനിക് ആവരുത്, കാരണം വിളിക്കാൻ പറ്റില്ല, നെറ്റ് കുറവാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ മുൻകൂറേ പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രാമ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കുറേ സംസാരിക്കണമെന്നുണ്ട്, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. കാര്യം ഞാൻ എന്താ പറയുക, ഈ ഒരാഴ്ച, അതായത് ഇപ്പൊ ഇന്ന് 25-ാം തീയതി, നാളെയാണ് ഞാൻ പോകുന്നത് 26-ാം തീയതി. അപ്പോൾ ഈ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ 28-ാം തീയതി കഴിഞ്ഞാൽ ഈ ഒരു മാസം കഴിഞ്ഞല്ലോ, അടുത്ത മാസത്തേക്ക് 5 മാസമാണ് ഞാനിവിടെ വന്നിട്ട്. ഞാൻ പോലും അറിഞ്ഞില്ല. ആദ്യത്തെ 1 മാസം 2 മാസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഗൈസ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഡ്ജസ്റ്റ് ആവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ എന്താ പറയുക, ആ ഒരു മൂഡ് ഓഫിൽ നിന്ന് എനിക്കൊരു റിലീഫേ ഉണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്നാണ് ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, ഓരോ ദിവസങ്ങൾ കടന്നു പോകാൻ ഭയങ്കര സിമ്പിളാണ്, നീ ഒന്ന് എന്താ പറയുക ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞു. ശരിയാണ് കേട്ടോ. ഇപ്പോൾ ഓരോ വെള്ളിയാഴ്ച വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷടുപടേ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ വെള്ളിയാഴ്ച വരുന്നത്. കാര്യം അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് വർക്കിൽ ഏർപ്പെട്ട് നിൽക്കുമ്പോഴായാലും എങ്ങനെയായാലും നമ്മൾ അതിൽ മുഴുകി നിൽക്കുമ്പോൾ നമ്മൾ ഒന്നും അറിയുന്നില്ല. വെള്ളിയാഴ്ച ദിവസം വരുന്നു, റെസ്റ്റ് എടുക്കുന്നു, പിറ്റേ ദിവസം ജോലിക്ക് പോകുന്നു, പിന്നെ വെള്ളിയാഴ്ച വീണ്ടും വരുന്നത്. ഇത്ര പെട്ടെന്ന് വെള്ളിയാഴ്ച ആയി. അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ചിന്തിക്കുന്നത്. മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, വെള്ളിയാഴ്ച വരുന്നത് പോലും അറിയില്ല, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, അടുത്ത വെള്ളിയാഴ്ച നീ നോക്കിക്കോട്ടാ, പെട്ടെന്ന് എത്തുന്നു പറയും. അപ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു ഫീലിങ്സിലാണ് നിൽക്കുന്നത്. അച്ഛനെ കാണാം, അമ്മയെ കാണാം, അമ്മൂനെ കാണാം, ജാനീനെ കാണാം, ചേച്ചീനെ കാണാം, അളിയനെ കാണാം, എല്ലാവരും കാണാം, അമ്മൂൻ്റെ ഫാമിലിനെ കാണാം, എല്ലാവരെയും കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ത്രില്ലിലാണ് നിൽക്കുന്നത്. ഉത്സവത്തിന് വരാൻ പറ്റില്ല കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവത്തിന് എനിക്ക് വരാനുള്ള പ്ലാനേ ഉണ്ടായിരുന്നില്ല മനസ്സിൽ. ഉത്സവം അല്ലേ ഒക്കെ ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ ഒരു അത്യാവശ്യം കാര്യം കാരണമാണ് ഞാനിപ്പോൾ എമർജൻസി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അതിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ പറയാം. അപ്പോൾ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ ലീവും കാര്യങ്ങളൊക്കെ. അപ്പോൾ പോയിട്ട് വരണം. ജാനിക്കുട്ടിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. ഇത് ജാനിക്കുട്ടിക്ക് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ പോയി മേടിച്ചാണ് കേട്ടോ. എന്തിട്ടൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ജാനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ്. എല്ലാ ദിവസവും വീഡിയോ കോൾ ചെയ്യുമ്പോൾ ചോദിക്കും, അച്ചു മിഠായി മേടിച്ചില്ലേ. അപ്പോൾ ഞാൻ നമ്മളുടെ ഗൾഫുകാരെല്ലാവരും കൊണ്ടിരുന്ന ആ ഒരു സെയിം സാധനം ഞാനും കൊണ്ടിട്ടുണ്ട്, ഞാനും മേടിച്ചിട്ടുണ്ട്. അതൊരു കുറച്ച് മേടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു ഐറ്റം
ഇതൊരു സ്പെഷ്യൽ ആയിട്ട് ഇത് 2 മിക്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ പിസ്താഷിയോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എടുത്തത് ഈ സംഭവം. ഇത് പെട്ട സാധനങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് പെട്ടി പൊട്ടിക്കാന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്നായതുകൊണ്ട് നമുക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും മേടിക്കാനും പറ്റില്ല. ഇത് താക്കോലിട്ട് തുറക്കുന്ന ഡോറ്. ഇതിൻ്റെ ഉള്ളിലൊരു മറ്റേ പീനട്ടിന്റെ പോലത്തെ സാധനമാണ്. അപ്പൊ അതും മേടിച്ചിട്ടുണ്ടോ. പിന്നെ വേറൊരു ചോക്ലേറ്റ് ഇതും കുറച്ച് മേടിച്ചിട്ടുണ്ട്. ഇതില് ഫുള്ള് എന്തോ നെയ്യോ അങ്ങനത്തെ എന്തോ സംഭവം വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. എനിക്കറിയില്ല, അറിയുന്നവരുണ്ടെന്ന് ജസ്റ്റ് കമന്റ് ഒരു എളുപ്പമായല്ലോ അറിയാനായിട്ട്. പിന്നെ നമ്മുടെ ഫൈനൽ നമ്മളുടെ ഡേറ്റ്സ്. ഇത് നല്ല ഡേറ്റ്സ് ഒക്കെ മേടിച്ചിട്ട് ഇതിനെന്തോ ഒരു പേര് പറയും, എന്തോ ഒരു അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇതിന് നല്ല പൈസയുണ്ട്. കാജൂർ, യെസ് കാജൂറിന്റെ ഡേറ്റ്സ് ആണ്. അപ്പോൾ ഇത് പൈസ നോക്കിയില്ല, ഓഫറിൽ കിട്ടിയപ്പോൾ അങ്ങ് പൂശി. എന്തോ ആയിക്കോട്ടെ, ഇത് നേരെ പോകുന്നുള്ളൂ, ഒരു പ്രാവശ്യം പോകുന്നുള്ളൂ. എന്തായാലും മേടിക്കാന്ന് വിചാരിച്ച് മേടിച്ചു. അപ്പൊ ഇതൊക്കെയാണ് ഇനി പെട്ടിക്കകത്ത് കയറ്റാനായിട്ടുള്ളത്. ഇനി വേറെ ഒന്നുമില്ല. പെട്ടെന്നായതുകൊണ്ട് നമുക്കൊന്ന് മേടിക്കാൻ അതിനുള്ള കാര്യങ്ങളും സമയമൊന്നും കിട്ടിയിട്ടില്ല. ജസ്റ്റ് പോയി പിന്നെ പോകുന്നു. പിന്നെ ഞാൻ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൽ മറ്റേ അതിനെന്താ പറയാ, മറ്റേ അത്തിപ്പഴമില്ലേ, അതിനെന്തിട്ട് പറയാ ഇംഗ്ലീഷില്? അതിനെന്തോ പറയട്ടെ, ഞാൻ മറന്നുപോയതാ. അപ്പൊ അതും കൂടെ അതിലിരിക്കുന്നുണ്ട്, അതും കേൾക്കണം. ബാക്കി പിന്നെ പീനട്സും കാര്യങ്ങളും, പിന്നെ മറ്റേ ഡേറ്റ്സ്, അതേപോലെ തന്നെ ഡേറ്റ്സിന്റെ സിറപ്പ്, അതേപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു. അതൊക്കെ ഞാനിവിടെ ബ്രോയ്ക്ക് കൊടുത്തിട്ട് പോകാം. തിരിച്ചു വരുമ്പോ എനിക്ക് അതിന്റെ വലിയ പാക്കറ്റ് മേടിച്ച് കണ്ടുപിടിക്കണം. അത് സംസാരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, സംസാരം നല്ലതാണ്. അപ്പൊ എന്തായാലും ഈ വക സാധനങ്ങളൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്യാനായിട്ട് കരുതുന്നത്. പിന്നെ വേറെ ഒന്നും ഇല്ല എടുക്കാനായിട്ട്. ശരിക്കും പറഞ്ഞ 30 കിലോ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞ ഒരു 15 കിലോ 16 കിലോ അങ്ങനെ പോയതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ 16 കിലോ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറവേ ഉണ്ടാവുള്ളൂ. കാര്യം വേറെ ഒന്നുമില്ല. കുറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊണ്ടുവരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഓയിൽ കൊണ്ടുവരണം. കുറെ പേര് ഇവിടെ ചോദിച്ചു വെച്ചിട്ടുണ്ട് ഹെയർ ഓയിൽ. കാര്യം ഇവിടെ നല്ല റിസൾട്ടാണ്. എൻ്റെ മുടിയിൽ മാത്രം ഡാൻഡ്രഫ് ഇല്ല, ബാക്കി എല്ലാവരുടെ തലയിൽ ഡാൻഡ്രഫ് ഉണ്ട്. അത് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ എല്ലാവരും പറയും. അപ്പോൾ അത് കുറച്ചുകൂടെ കൊണ്ട് കുറഞ്ഞു. നമ്മുടെ കച്ചവടം ഗൾഫിലും പിടിക്കണം. ഏത് അപ്പം അതിനുള്ള പരിപാടിയാണ്. ഞാൻ ബ്രോയിനെ കുറേ നേരമായിട്ട് ഞാൻ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ചിലപ്പോൾ കൈയും കാലൊക്കെ കളിച്ചിട്ടുണ്ടാവും. നിൽക്കുന്നതാണ്. അപ്പോൾ കൈയും കാലൊക്കെ കളിച്ചിട്ടുണ്ടാവും. ഞാനപ്പോൾ പുള്ളിയോട് പറയാണ്, മതിയാക്കടേ ചെയ്യുന്നത് കാര്യം. നമ്മൾക്ക് ഇപ്പോൾ പോകുന്നതുകൊണ്ട്, പെട്ടെന്ന് പോകുന്നതുകൊണ്ട് പുള്ളി പറഞ്ഞു, നമുക്കൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. ജസ്റ്റ് ഒന്ന് പുറമേക്കൊന്ന് കറങ്ങി റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല. ഇന്ന് കിടന്നുറങ്ങുക, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. നാളെ കാലത്ത് എണീക്കുക. 6 മണിക്ക് ഞാനിവിടുന്ന് പുറപ്പെടും. ഉച്ചയ്ക്ക് ഫ്ലൈറ്റ് കയറും. ദെൻ വൈകുന്നേരം ഞാൻ അവിടെ വീട്ടിലെത്തും. ബാക്കി വീഡിയോ കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇനി കുറച്ച് ദിവസത്തേക്ക് സന്തോഷകരമായിട്ടുള്ള വീഡിയോകളും അതേപോലെ തന്നെ ഇച്ചിരി സങ്കടകരമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് ഞങ്ങൾ മുമ്പോട്ടേക്ക് പോകുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോയുടെ ലെങ്ത് എത്രയായെന്ന് എനിക്കറിയില്ല. എന്തായാലും ചെറിയൊരു വീഡിയോ ആണ്, പെട്ടി പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം ഇതിൽ പെട്ടി പാക്ക് ചെയ്യാൻ മാത്രം ഒന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കൊണ്ടുവന്നത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഞാനൊന്നും എടുത്തിട്ടില്ല. ആകെ ഈ ഒരു ഡ്രസ്സും വേറെ ഡ്രസ്സും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സ്വസ്ഥമായിട്ട് എന്താ പറയുക, അതിൽ നിന്ന് എല്ലാം എടുത്ത് പുത്തൻകോടികളൊക്കെ ഇട്ടിട്ട് നമുക്ക് പോകാനായിട്ട് ഉത്സവം അതേപോലെ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ആകെ കുറച്ച് മണലും കാര്യങ്ങളും പിന്നെ നമ്മുടെ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ ഇവർ നമ്മൾ ഡെയിലി കാണുന്ന ആൾക്കാരാ. ഇവിടെ അത്ര വലിയ കാര്യങ്ങൾ സെറ്റപ്പിൽ നിന്നിട്ടൊന്നും കാര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ മണലാണ്. നമ്മൾ തന്നെ കഴുകുന്ന, ഞാൻ ആരും കഴുകാനില്ല, നമ്മൾ തന്നെ കഴുകണം. ഒത്തിരുന്ന് കഴുകാനായിട്ട് മടിയായിരുന്നു എനിക്ക് പണ്ടൊക്കെ. ഇപ്പം എല്ലാം ചെയ്യും. വീട്ടിൽ പോയിട്ട് എനിക്ക് തന്നെ കഴിക്കും. അങ്ങനത്തെ ഒരു ആശ. ഞാൻ മുമ്പൊക്കെ വിചാരിക്കുന്നു ഡ്രസ്സൊക്കെ അല്ലേ, അതൊക്കെ നമുക്ക് അവരെ കൊണ്ട് കഴിപ്പിക്കാം, വലിയ പ്രശ്നമൊന്നും. പക്ഷെ ഇപ്പം ഞാൻ അറിയുന്നു പുതപ്പെടുത്തേക്കാം, അവിടെ കൊണ്ടുപോയിട്ട് എനിക്ക് കഴുകാലോ. അങ്ങനെ ചിന്തിക്കുന്നത്. അതാണെങ്കിൽ അവൾക്ക് കൊടുക്കാലോ കഴുകാന്ന്, അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഞാൻ കഴുകാലോ. ഇവിടെ വന്ന് പല കാര്യങ്ങളും മാറി കഴിച്ചു. പല കാര്യത്തിനും ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തായാലും നാട്ടിലോട്ട് പോവുകയാണ് ഗൈസ്. ബൈ.